ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു നമ്മുടെ പുതിയ വീഡിയോ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ജുജുത്സു കൈസൻ എന്ന ആനിമയുടെ ഫസ്റ്റ് സീസണിനെ കുറിച്ചുള്ള റിവ്യൂ ആണ്. ഇത് സാധാരണ നമുക്ക് കാണുന്ന പോലത്തെ ആനിമയല്ല, ഇത് കുറച്ചുകൂടി ഡിഫറെൻറ്റ് ടൈപ്പിൽ വരുന്നതാണ്. അതായത് ഡീമൺസിനൊക്കെ കുറിച്ചുള്ള, അതായത് ഡീമണിൻ്റെ പവറാണ്. നമ്മൾ ഡീമനെ എന്താണ് കേഴ്സ്ഡ് എനർജി എന്ന് പറയും, അല്ലെങ്കിൽ കേഴ്സ്ഡ് സോൾ എന്ന് പറയും. അപ്പം ഇവരാണ് ഈ കേഴ്സ് ചെയ്യപ്പെട്ട സോളുകളാണ് നമ്മൾ ഡീമൺസ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇവർ തെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്താ പറയുക, ഇതൊരു ടീമൊക്കെ ഉണ്ട്, ഇതിൻ്റെ സ്കൂളൊക്കെ ഉണ്ട്. ഇതിന് അതായത് കുറച്ച് നല്ല വ്യക്തികൾ, അതായത് ഇവരെ ഡീമൺസിനെ കൺട്രോളിൽ പിടിച്ചു വെക്കണം, അല്ലെങ്കിൽ ഡീമൺസിനെ ഇല്ലാണ്ടാക്കണം കുറച്ച് ടീംസ് ഉണ്ട്, കുറച്ച് ടീമുണ്ട്. അവരാണ് നമ്മുടെ ഹീറോസ്, നമ്മുടെ ഹീറോൻ്റെ ടീം. അപ്പോൾ ഇവരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്കൂളൊക്കെ നടത്തുന്നുണ്ട്, ഇവർ ട്രെയിൻ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഡീമനെ കൺട്രോൾ ചെയ്യാൻ. അപ്പോൾ ഇവർ ഡീമനെ ഇങ്ങനെ പിടിക്കാൻ പോകും. അങ്ങനെ ഈ ഡീമനെ ആരെങ്കിലും ഒന്നില്ലെങ്കിൽ ഇല്ലാണ്ടാക്കും, അല്ലെങ്കിൽ ഇവർ തന്നെ കൺസ്യൂം ചെയ്യും, അല്ലെങ്കിൽ ഇവരുടെ ഉള്ളിൽ കയറും. അപ്പോൾ ഇങ്ങനെ കയറിയിട്ട് ഈ ഡീമനെ ഇവരുടെ ഉള്ളിൽ ഇവർ ഈ കഴിച്ച ഡീമനെ, അല്ലെങ്കിൽ ഇവർ ഏറ്റെടുത്ത ഡീമനെ ഇവർ എന്താണ് കീഴടക്കാൻ നോക്കുകയാണ്. അപ്പോൾ അതിനുള്ള ട്രെയിനിങ്, അതായത് ഡീമനെ കൺട്രോളിലൊക്കെ. അപ്പോൾ നമ്മുടെ നടനാണ് യൂജി ഇറ്റദോരി. അപ്പോൾ യൂജി ഇറ്റദോരി എന്ന് പറഞ്ഞാൽ നമ്മുടെ നടൻ സ്റ്റാർട്ടിങ് ഫസ്റ്റത്തെ എപ്പിസോഡിൽ തന്നെ കാണിക്കേണ്ടത്. നമ്മുടെ നടൻ എന്താണ് സുക്കുട എന്ന് പറഞ്ഞ ഡീമൻ. സുക്കുട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേഴ്സ്ഡ് എനർജിയിലൊക്കെ കേഴ്സ്ഡ് സ്പിരിറ്റുകളിൽ തന്നെ ഏറ്റവും ടോപ്പ് റാങ്കിൽ നിൽക്കുന്നതാണ്. അത്രയും പവർഫുള്ളാണ് സുക്കുണ. അപ്പോൾ സുക്കുണ എന്ന് പറഞ്ഞാൽ എന്താണ് കേഴ്സ്ഡ് സ്പിരിറ്റിൻ്റെ ഒരു വിരൽ കഴിക്കും. അതായത് ഒരു വിരൽ കഴിക്കുമ്പോൾ അപ്പം അന്ന് മുതൽ ഇവൻ അതിനെ കൺസ്യൂം ചെയ്യുമ്പോൾ അവൻ്റെ ശരീരത്തിൽ എന്താണ് സുക്കുണ കയറും. അപ്പോൾ പക്ഷേ എന്താണ് സുക്കുണയ്ക്ക് അവൻ്റെ ബോഡിയിൽ ഫുൾ കൺട്രോൾ എടുക്കാൻ പറ്റില്ല. കാരണം അവൻക്കും എന്തൊക്കെയോ ഒരു സൂപ്പർ പവറുകളുണ്ട്, അവൻ എന്തൊക്കെയോ മാജിക്കൽ പവേഴ്സ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ പേരിൽ സുക്കുണയ്ക്ക് അവന് ടോട്ടൽ കൺട്രോൾ എടുക്കാൻ പറ്റില്ല. എന്നാൽ നമ്മുടെ ഇറ്റദോരിക്കും സുക്കുണനെ ടോട്ടൽ കൺട്രോൾ എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇറ്റദോരി ഇതിനെ ട്രെയിൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഗോജോ ഉണ്ട്, നമ്മുടെ സത്തുറ ഗോജോ ഉണ്ട്. സത്തുറ ഗോജോ ഒക്കെ പറഞ്ഞാൽ ഇതിൻ്റെ മെയിൻ ആൾക്കാർ, അതായത് ഈ സ്കൂളൊക്കെ നടത്താൻ അല്ലെങ്കിൽ മെയിൻ ഇവരെ സ്പിരിറ്റിനെ പിടിക്കേണ്ട ടീമിലുള്ള മെയിൻ ആൾക്കാരാണ്. അപ്പോൾ സത്തുറ ഗോജോ ഇവനെ കൺസ്യൂം ചെയ്ത് ഇവനെ കൊണ്ടുപോയിട്ട് ട്രെയിനിങ്ങിന് സ്കൂളിൽ കൊണ്ടുപോയി അങ്ങനെ ഇവരൊന്നിച്ച് വർക്കൊക്കെ ചെയ്യും. അപ്പോൾ സുക്കുണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലതുമാണെന്ന് വെച്ചാൽ പൊട്ടിയാണ്. അതായത് നമ്മൾ രണ്ട് ടൈപ്പായിട്ട് വർക്ക് ചെയ്യുക. അതായത് സുക്കുണയുടെ സ്വന്തം ഇഷ്ടത്തിനാണ്. അതായത് ഇപ്പോൾ ചില കേഴ്സ്ഡ് സ്പിരിറ്റിനെ സുക്കുണയ്ക്ക് ഇഷ്ടമില്ല. സുക്കുണ അപ്പോൾ അവരെ കൊല്ലാൻ നോക്കും, അല്ലെങ്കിൽ അവരില്ലാണ്ടാകാൻ ഹെൽപ്പ് ചെയ്യും. പക്ഷെ ചില സമയത്ത് നമ്മളെ തന്നെ അവർക്ക് സുക്കുണയ്ക്ക് ഇഷ്ടമില്ല. അപ്പോൾ നമ്മളായിട്ട് ഫൈറ്റ് വരും. അപ്പോൾ ഇറ്റദോരിയുടെ ഉള്ളിൽ തന്നെയാണ് എന്താണ് നടനും, ഇറ്റദോരിയുടെ ഉള്ളിൽ തന്നെയാണ് വില്ലനും. അപ്പോൾ നമുക്ക് ചില സമയത്ത് നമുക്ക് കൺഫ്യൂഷനൊക്കെ വരും. അപ്പോൾ അങ്ങനത്തെ ടൈപ്പ് കഥയാണ്. നല്ല രീതിക്ക് നല്ലൊരു സ്റ്റോറി ഡെവലപ്മെൻ്റ് ഒക്കെ ഉള്ളതാണ്. പക്ഷേ ഇടയ്ക്ക് നമുക്ക് വലിച്ചു നീട്ടിലൊക്കെ ഉണ്ട്, കുറച്ച് ലാഗൊക്കെ വരും. പിന്നെ ഇതിൽ നമുക്ക് എടുത്ത് പറയാന്ന് വെച്ചാൽ ഒരു സീനുണ്ട്, നമ്മുടെ സത്തുറോ ഗോജോയുടെ ഒരു സംഭവമുണ്ട്, ഇൻഫിനിറ്റി എന്ന് പറഞ്ഞത്. അത് ആ ഒരു സാധനം, അതായത് ആൾക്കുള്ള ഒരു ആളുടെ സ്പിരിറ്റിലുള്ള ആളുടെ ഒരു എന്താണ് സ്പെഷ്യാലിറ്റിയാണ് ഈ ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ. ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് മൊത്തം സ്പേസിന്, അതായത് ഈ ഭൂമിയിൽ ഇപ്പോൾ നമ്മളെ ഫൈറ്റ് ചെയ്യണം. അപ്പോൾ അവൻ ഈ ഇൻഫിനിറ്റി ഇട്ട് കഴിഞ്ഞാൽ നമ്മളൊക്കെ അവൻ്റെ ഒരു സ്പേസിലേക്കാവും, അതായത് വേറൊരു സ്ഥലത്തെത്തും. അപ്പോൾ നമ്മൾ വേറെ ഡൈമെൻഷൻ എന്നൊക്കെ പറയില്ല, അതുപോലെ അതൊക്കെ സീനാട്ടോ. അത് ആ ഒരു ഫൈറ്റ് സീനൊക്കെ വരുമ്പോൾ ഭയങ്കര സീനാണ്. പിന്നെ സുക്കുണയുടെ ക്യാരക്ടറുമായിട്ടുള്ള ഫൈറ്റ്, സുക്കുണ വന്നിട്ടുള്ള ഫൈറ്റൊക്കെ അത്ര നൈസ്. സുക്കുണയുടെ ക്യാരക്ടർ, അത് പേഴ്സണാലിറ്റി അടിപൊളിയാട്ടോ, നല്ല രസം. മീൻസ് ഒരു നൈസ് നമുക്ക് ഇഷ്ടമാവുന്ന ഒരു സംഭവമാണ്, കൊള്ളാം. അപ്പോൾ അതൊക്കെ അങ്ങനെ ഒരു ടീമൊക്കെയാണ് നല്ല രീതിക്ക് മുന്നോട്ട് പോകാനാണ്. അപ്പോൾ നമ്മുടെ ഗോജോൻ്റെ കൂട്ടുകാരനായിരുന്നു ഗെറ്റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എന്താണ് ഈവിളായിട്ടുള്ള കേഴ്സ്ഡ് സ്പിരിറ്റുകളെ കൺട്രോൾ ചെയ്യുന്ന, അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുന്ന ഒരാൾ, അങ്ങനെ നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇവരുടെ ഫ്രണ്ട്സ് ആയിരുന്നു, ഇവർക്കൊരു കഥയൊക്കെ ഉണ്ട്, അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയും. അങ്ങനെ നല്ല രീതിക്ക് സ്റ്റോറി ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകും. നല്ലൊരു ഫസ്റ്റ് സീസണൊക്കെ നല്ല രീതിക്ക് എൻഡാവും. പിന്നെ ഒരു ഫിലിമുണ്ട്, അത് ഇതിൻ്റെ ജുജുത്സു കൈസൻ 0 എന്ന് പറഞ്ഞ സിനിമയുണ്ട്. അത് കഴിഞ്ഞ് സെക്കൻഡ് സീസൺ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ റിവ്യൂ ചെയ്യുന്നതാണ്. പിന്നെ ഇനി കൂടുതൽ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ അബൌട്ട് ദിസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനലിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക, നമ്മൾ വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോ ഞാൻ വീണ്ടും വരുന്നത് വരേക്കും സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, കമൻറ്റ്, ബെല്ലൈക്കണൊക്കെ അടിച്ച് വെച്ചാൽ ആവശ്യം വരുന്നത്.